എൻ്റെ പേര് ജനീജ വാഞ്ചലി. ഒരു തോൽവിക്ക് ശേഷം ഒരു വിജയം ഉണ്ടാകും. വിജയത്തിന് പിന്നിൽ ഒരു തോൽവിയും ഉണ്ടാകും. നമ്മൾ എവിടെയെങ്കിലും വീണാൽ അവിടെ കടന്ന് കരയാതെ എവിടെയെങ്കിലും പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതായിരിക്കും വിജയം. അത് തന്നെ. അപ്പൊ പുതിയ ഭാവത്തിലും പുതിയ രൂപത്തിലും ഇവാൻ ജിയോ കിഡൂസ് ആയി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ഇവാൻ ജിയോ കിഡൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇവാൻ ജിയോ കിഡൂസിന്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ലൈം ജ്യൂസ് കുടിച്ച് തുടങ്ങിയാലോ? ഒരു ലൈം ജ്യൂസ് അല്ലാത്ത 2 ലൈം ജ്യൂസ് ഞാൻ കുടിക്കാം. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് 2 ലൈം ജ്യൂസ് വെറൈറ്റി ലൈം ജ്യൂസ് ആയി തുടങ്ങാം. ഈ 2 ലൈം ജ്യൂസാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ഗ്രീൻ കളറിലുള്ളത് മിൻറ്റ് ലെമൺ ജ്യൂസും ഈ ഓറഞ്ച് കളറിലുള്ളത് ക്യാരറ്റ് ലൈം ജ്യൂസുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ ക്യാരറ്റ് ലൈം ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണിച്ചു തരാം. അതിന് വേണ്ട സാധനങ്ങൾ: നാരങ്ങ, ചെറിയ കഷ്ണം ഇഞ്ചി, ക്യാരറ്റ്, പഞ്ചസാര, വെള്ളം. ഞാൻ ഇവിടെ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇതിനെടുത്തിരിക്കുന്നത്. ഞങ്ങളിവിടെ എന്ത് ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിലും തിളപ്പിച്ചാറിയ വെള്ളത്തിലേ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഇഞ്ചിയും ക്യാരറ്റും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടാം. ഞാൻ അതവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ജാറിലേക്ക് ഇട്ടെടുത്ത് നന്നായി അരച്ചെടുക്കാം. എന്തിനാണ് നമ്മൾ ഈ ചെറിയ ജാറിലേക്ക് ഇട്ടെടുക്കുന്നതെന്ന് വെച്ചാൽ നന്നായി അരഞ്ഞ് വരാനാണ് നമ്മളിത് ചെറിയ ജാറിലേക്ക് ഇട്ടെടുക്കുന്നത്. ഈ ക്യാരറ്റും ഈ ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ വലിയ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ നാരങ്ങ പിഴിഞ്ഞ് വെച്ചതും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി അടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ പഞ്ചസാരയും ഇട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് മിൻറ്റ് ലെമൺ ജ്യൂസാണ്. അതിനാദ്യം വേണ്ടത് മിൻറ്റ്, നാരങ്ങ, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ പഞ്ചസാര, ആവശ്യത്തിന് വെള്ളം. ഇനി നമുക്കിത് ചെറിയ ജാറിലേക്ക് ഇട്ടെടുക്കാം. ഞാൻ ഇവിടെ ഇഞ്ചി ചെറിയതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കാം. ഞാൻ അതവിടെ നന്നായി അരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വലിയ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ നാരങ്ങ, പഞ്ചസാര, ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ഇത് അവിടെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുമ്പോൾ അരിച്ചൊഴിക്കണം. അതിൻ്റെ ഉള്ളിലുള്ള മിൻറ്റൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അരിച്ചൊഴിക്കുന്നത്. അതിൽ മിൻറ്റിൻ്റെ ചെറിയ ചെറിയ തരികളുണ്ടാകും.
അപ്പോൾ നമ്മുടെ 2 ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മിൻറ്റ് ലെമൺ ജ്യൂസും ക്യാരറ്റ് ലെമൺ ജ്യൂസും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ബൈ.